ഹലോ മനുഷ്യന്മാരെ, ഇത് നമ്മളെ ഫസ്റ്റത്തെ വ്ളോഗാവാ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ പോകുന്നേ പറഞ്ഞെങ്കിൽ ബേക്കലങ്കോട്ട നമ്മൾ കാസർഗോഡ് പറയണ്ടല്ലോ. നിങ്ങൾക്ക് കാസർഗോഡുള്ള ആൾക്കാർക്ക് അറിയും, അല്ലാത്തവർക്ക് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ആക്കി തരും. കാസർഗോഡ് അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ബേക്കലങ്കോട്ട. അപ്പോൾ നമ്മൾ അടുത്ത് ബസ് നീക്കിയിട്ടായിട്ട് കുറേ നടക്കാണ്ടാവും പറഞ്ഞിട്ട് റിക്ഷ ആക്കിയത്. നമ്മൾ അന്നലെ കാറിൽ പോയതുകൊണ്ട് നമുക്ക് കഥ അറിയാലോ, അതുകൊണ്ട് ഈ ബസ്സിൽ പോയതുകൊണ്ട് നമ്മൾ എന്താക്കി റിക്ഷയിൽ പോയി. അങ്ങനെ അവിടെ എത്തുമ്പോഴത്തേക്ക് വെറുതെ റിക്ഷ ആക്കി വിചാരിച്ച് കുറച്ചൊന്നേ ഉണ്ടായി നടക്കാൻ. പിന്നെ എന്താക്കി ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് പോയി. കോട്ട 35 ഏക്കറിലധികം ഈ വിസ്തീർണത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ കോട്ടകളിൽ ഉൾപ്പെട്ടതാണിത്. ഏകദേശം ആൾക്കാർക്ക് അറിയൂ, ഇത് പറയണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളെ കാസർഗോഡ് അല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ആക്കിയെന്നേ ഉള്ളൂ. ഇത് 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. അപ്പോൾ ഒന്ന് അതിൻ്റേതായ ഒരു പഴക്കവും ഇതും കാണാൻ നല്ല ഉണ്ട്. നല്ല എന്താ പറയുക, പ്രകൃതിയും എല്ലാം നമുക്ക് നമ്മുടെ അടുത്ത് കുറേ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്ത് നമുക്ക് നല്ല പാണ്ടായി. അങ്ങനെ ഞമ്മ കുറേ നടന്നിട്ട് ഇതാണ് മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്. എന്ത് പറഞ്ഞെങ്കിൽ അതിൻ്റെ മീത്ത് നിന്നെങ്കിൽ എല്ലാ വ്യൂസും കാണും. അതിൻ്റെ അപ്പുറം പള്ളിക്കര ബീച്ച് ഉണ്ട്, അതും കൂടി നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നു. അതിൻ്റെ മീത്ത് വന്നാൽ എന്തോ ഒരു പാങ്ങന്നാവാ ആ വ്യൂസ് കാണാൻ. കയറാൻ ബനയാന്നിപ്പ. അങ്ങനെ കയറി നല്ല ഗ്രിപ്പുള്ള ചെരുപ്പാനും കാണില്ല. ജാറിയിട്ട് ബൈലോട്ടൊക്കെ എന്നാൽ വരുമത് അല്ല, ഞമ്മ വൈലോട്ടേക്ക് തന്നെ വരും. ഞമ്മ അടുത്തൊരു മത്സ്യം വെച്ച് ആരബി എത്തുന്നേ നോക്കിയിട്ട് നോക്കുമ്പോഴത്തേക്ക് പായാനേ കഴിയുന്നില്ല. പിന്നെ രണ്ടാൾ കൈ പിടിച്ചിട്ട് മീത്തൊക്കെ എത്തി. മീത്ത നോക്ക്, അപ്പുറത്തെ പള്ളിക്കര ബീച്ചാണ്. ഇവിടുന്ന് നമുക്ക് ആ വ്യൂ പങ്ങനെ കാണുന്നു. എന്തോ ഒരു പങ്ങ്. ഇപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേക്കെന്ന് അറിയുന്നുണ്ടാവില്ല അടുത്ത പാങ്ങ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണുന്ന മയില് എന്ത് പാങ്ങല്ല. ഇവിടുന്ന് നമുക്ക് നോക്കാൻ നല്ല പാങ്ങ. എല്ലാവർക്കും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മീത്തൊക്കെ എത്തുമ്പോഴത്തേക്കെന്ന് മഴ. അത്ര നേരം വെയിലുണ്ടായത് ആടുക്കെത്തുമ്പോഴത്തേക്ക് മഴ പറഞ്ഞു. ഞാൻ എന്താക്കുന്നത് എന്ത് ബൈയില്ല. എല്ലാവരും അവിടെ മെത്തൻ്റെ അടിയിലാണ് നിന്ന്. ഞങ്ങൾ ഒരു നല്ല വെള്ളം കൊള്ളുന്നു. ഇവിടെ നോക്കിയാൽ കുറച്ച് വെള്ളം കൊള്ളുന്നില്ല അത്ര. ഇവിടെ നേരത്തെ വരേണ്ടതായിരുന്നു. അതിൻ്റെ അടുക്കുള്ള മുട്ടിപ്പാട്ട് ഒരു സ്ഥലം ഉണ്ടായിട്ടാണ് നമുക്കിവിടെ നിൽക്കാൻ, മഴ കൊള്ളാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒളിച്ച് വെക്കാനും മാത്രം. പണ്ടുള്ള രാജാക്കന്മാർ ഒളിച്ച് വെക്കാനാക്കാനുള്ള കുറേ സ്ഥലമെല്ലാം ആക്കിനാണ് മാത്രം. ഞങ്ങൾക്ക് എന്തും കിട്ടിയിട്ടാവാ പറ്റ ചണ്ടിയായിന് നമ്മ. ഇതോർത്ത് എന്തെന്നറിയില്ല, പണ്ടത്തെ ജയിലാക്കിയതാ പോസ്റ്റ് ഓഫീസ് അങ്ങനത്തെ എന്തോ ഒരു സ്റ്റോറി വന്നിന്. ഞാൻ അത്ര വലിയ അതിനൊക്കെ കയറാക്കാത്ത അങ്ങനെയല്ല ശ്രദ്ധിച്ചിട്ട്, അതുകൊണ്ട് അതിനെ പറ്റി പറയാൻ അറിയുന്നില്ല. പിന്നെ ഇത് കുറേ ചരിത്രമുണ്ട്. ഈ ചരിത്രം അറിഞ്ഞിട്ടാണ് ലോങ് നല്ല ആൾക്കാർ വരുന്നത്. മതന്മാരല്ലോ ഈ ചരിത്രം അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. നമ്മൾ പിന്നെ അത്ര വലിയ പരിസരത്തില്ല, മുറ്റത്തെ മുല്ലക്ക് മണമില്ല. അതുപോലത്തെ അവസ്ഥയാണ് നമ്മളത്. നമ്മൾ പിന്നെ ഒരു വ്ളോഗിന് വേണ്ടിയിട്ട് കുറച്ച് പഠിച്ചിട്ട് അവിടെ വിസിറ്റ് ആക്കാൻ പോയ പോലെ. അതിന് മുമ്പെല്ലാം അങ്ങനെയല്ല, ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുക്കുക, പോവുക, എൻജോയ് ആക്കുക, അത്ര തന്നെ. ഇപ്പോൾ പിന്നെ നമ്മൾ ഇത് നിങ്ങൾക്ക് കാണിക്കുന്ന നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണ്ട. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഞാൻ പഠിച്ച് നിങ്ങളോട് ചേരുന്നുള്ളതാണ്. ഞങ്ങളെല്ലാത്തി പോകുമ്പോഴത്തേക്കേ ഉണ്ട് മാങ്ങ തിന്നാൽ ടാറിലിക്കൊണ്ട് അവിടെ ഒരു പീടിയ ഉണ്ടായി. അങ്ങനെ പിന്നെ എന്തൊക്കെയാ അത്ര അവളെ കുറച്ച് നേരം സബൂറിൽ നിർത്തിയിട്ട് മീത്തൊക്കെല്ലാം പോയിട്ട് വന്നായിട്ട് വരുമ്പോഴത്തേക്ക് മാങ്ങ നല്ല പാണ്ടായി. അതുകൊണ്ടൊന്ന് 3 എണ്ണം മേങ്ങിയിട്ട് ബയ്യൊക്കെ അതിലും മേങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമെല്ലാം മേങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ അതിൽ കുറച്ച് അതിൻ്റെ ഇപ്പുറത്തെ കുറച്ച് അടുത്തേക്ക് പോയി ഫോട്ടോസ് എല്ലാം എടുക്കാമെന്ന് പറഞ്ഞിട്ട്. ലാസ്റ്റ് സാധ്യത്തായി പ്ലീസ് അത്ര നേരം ഡ്രസ്സ് ഇട്ട് നടന്നിട്ട് ലാസ്റ്റ് പുറത്തേക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ പർദ്ദ ഇട്ട് ഞാനതൊക്കെ ഉള്ളൂ. അങ്ങനെ പിന്നെ ആടുന്ന് ഞങ്ങൾ പുറത്തേക്ക് കഴിഞ്ഞിട്ടാ. ഇവിടെ സന്തയെല്ലാം ഉണ്ടാവാം. എന്ത് മോശമല്ലേ വരുന്നവർക്ക് എന്ത് വേണോ മേങ്ങാം. പിള്ളേരെല്ലാം വന്നെങ്കിൽ കുറച്ച് എക്സ്പെൻസ് ആവും, കണ്ടതെല്ലാം ചോദിക്കുന്നല്ലേ. അപ്പം അങ്ങനത്തെ കഥ. അപ്പോൾ
ഇത് നിങ്ങൾ കണ്ട ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇത് കണ്ട് ഞങ്ങൾ വിചാരിച്ച എന്തോ ഡിസൈൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആടെ കാണുമ്പോഴത്തേക്ക് ബയ്യാന്ന് നമുക്ക് അറിഞ്ഞത് ഇത് അച്ചളെന്ന് ഇപ്പോൾ കാണിക്കുമ്പോഴത്തേക്ക് എന്തോ പോയി അത് നമ്മൾ പെറുക്കത്തിട്ടാകുമ്പോഴത്തേക്ക് ഫോണിലല്ല കുറേ കണ്ട് എല്ലാവരും ഇങ്ങനെ ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടായി ഇങ്ങനത്തെ കുറേ ഇതായി കാണുന്ന അങ്ങനെ ഇങ്ങനെയല്ല പറഞ്ഞിട്ട് അങ്ങനത്തെ കഥ അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ ബസ് കയറിയിട്ട് നേരെ പെറുക്ക് വിട്ടു അപ്പോൾ ഓക്കെ ഇൻഷാല്ലാ അടുത്ത വീട് കാണാം ബൈ.